ഇവിടെ ഇപ്പോഴും BJP 5 വർഷം വെറുതെയാണ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ വളരെ മോശമായിട്ടുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ 5 കൊല്ലം ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ഒരു സീറ്റാണ് ഇത്തവണ ഞങ്ങൾ തന്നെ കയറി. മോദി വരാൻ സാധ്യത തീർച്ചയായും 45 ദിവസത്തിനുള്ളിൽ വരും. തിരുവനന്തപുരം പേരൂർക്കട വാർഡിൽ ശക്തമായ പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 കൊല്ലത്തോളമായിട്ട് CPM ഭരിക്കുന്ന വാർഡാണ്. എന്നാൽ ഇത്തവണ BJP നല്ല ആത്മവിശ്വാസത്തിലാണ്. കാരണം മുഴുവൻ ഇവർ അഴിമതി തന്നെയാണ് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും BJPക്ക് വേണ്ടി അനിൽകുമാറാണ് മത്സരിക്കുന്നത്. അനിയപ്പൻ എന്നറിയപ്പെടുന്ന അനിൽകുമാർ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അനിൽകുമാറിനോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം. പ്രചരണമൊക്കെ എവിടെ വരെയായി? നല്ല ആവേശം നടക്കുന്നത്. എല്ലാ വാർഡിലും നമ്മൾ രണ്ട് പ്രാവശ്യം സ്ഥാനാർത്ഥി പര്യടനം കഴിഞ്ഞു. ജനങ്ങളുടെ പ്രതികരണം നല്ല അന്തരീക്ഷം. എന്തുകൊണ്ട് BJP പ്രശ്നങ്ങൾ ഇതില് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് നമ്മുടെ അന്ന് ജയിച്ച കൗൺസിലറിന്റെ ആരും കണ്ടിട്ടില്ല. അതാണ് ജനങ്ങൾ എല്ലാവരും പറയുന്ന ഒരു പോയിന്റ്. പിന്നെ മൊത്തത്തിൽ വാർഡിൽ യാതൊരു കാര്യം ചെയ്തിട്ടില്ല കഴിഞ്ഞ 5 വർഷമായിട്ട്. BJP ആണ് ജയിച്ചു വരുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നത്? നമ്മളൊരു 6 മാസം കൊണ്ട് നമ്മള് പേരുടെ വാർഡിൽ BJP ജയിച്ചാൽ 6 മാസം കൊണ്ട് 6 മാസത്തിനകത്ത് ഈ വാർഡിനെ ഒരു 4 വികസന ഹബ്ബായിട്ട് തരംതിരിക്കും. എന്നിട്ട് അതാത് സ്ഥലത്തെ റെസിഡന്റ് അസോസിയേഷൻ ചേർന്നുകൊണ്ട് ചെറിയ വികസന സമിതികൾ രൂപീകരിച്ചിട്ട് അതിന് വേണ്ട പ്രവർത്തനം നടത്തും. എത്തിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ പോകുന്ന വീടുകളൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും മോഡിയുടെ എഫക്റ്റാണ് കൂടുതലായിട്ട് വരുന്നത്. മോഡിയുടെ എഫക്റ്റ് നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭൂരിപക്ഷമായാൽ 45 ദിവസത്തിനകത്ത് മോഡി എത്തി തിരുവനന്തപുരം കോർപ്പറേഷന്റെ മൊത്തത്തിലുള്ള വികസന രേഖ ഉണ്ടാകും എന്ന് നമ്മൾ മുഴുവൻ ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. പ്രവർത്തകർ മുഴുവനായിട്ട് പറയുന്നത് ഇവിടെ അഴിമതി എന്നുള്ളത്. അത് മൊത്തത്തിൽ ഈ വാർഡ് മാത്രമല്ല, മൊത്തത്തിൽ കോർപ്പറേഷന്റെ അഴിമതിയാണ് ജനങ്ങൾ കാണുന്നത്. അതുകൊണ്ട് പലരും ഇന്നലെ വരെ നമ്മൾ മാറിയുന്ന പലരും നമ്മൾക്ക് വോട്ട് ചെയ്യാനായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ അനുഭവമാണ്. തിരുവനന്തപുരത്ത് മോദി വരാനുള്ള സാധ്യത നമ്മുടെ കോർപ്പറേഷന് BJP ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ തിരുവനന്തപുരം 45 ദിവസം മോഡി എത്തുമെന്നാണ് എത്തിക്കും. അതാണ് നമ്മുടെ BJPയുടെ ഒരു വിശ്വാസം. ഇവിടെ ഇപ്പോഴും BJP ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. BJP 10-15 വർഷമുള്ള അഴിമതിയാണ് പ്രധാനം. ഷെഡ്യൂൾ ട്രൈബിനുള്ള ഫണ്ടെല്ലാം ഇവർ വെട്ടിച്ചെടുത്ത് അത് അഴിമതി കാണിച്ചു. അതെല്ലാ പൊതുജനങ്ങളും അറിഞ്ഞതാണ് അഴിമതി. പിന്നെ ഈ ഗാർബേജ് പ്രശ്നം, അതിനൊന്നൊരു ശാശ്വത പരിഹാരം വേണം. അതെ, അതെല്ലാം ശുചീകരിക്കണതൊക്കെ വേണം. കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതൊക്കെ ബാധിക്കുന്നുണ്ട്, ജനങ്ങളെ ബാധിക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. സാധ്യതയുണ്ട്. BJP ജയിക്കും. കഴിഞ്ഞ വർഷത്തെ കൗൺസിലിൽ നല്ലൊരു അഭാവം ഉണ്ട് ഇവിടെ. ഒന്നും ചെയ്തിട്ടില്ല. 5 വർഷം വെറുതെയാണ് ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു ഇതുണ്ട് ഇവിടെ. അതെ, നല്ല പരാതിയുണ്ട്. ജനങ്ങൾക്കിടയിലുള്ള പ്രതികരണങ്ങൾ അടിപൊളി. നമ്മൾ ജയിച്ചു.
കോൺഫിഡൻസ് ആണ്. ഓ. എന്തൊക്കെയാണ് ഇപ്പൊ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ BJP മൊത്തത്തിൽ ഇവിടെ ഇപ്പം പേരുക്കടയിൽ? ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല പ്രവർത്തനങ്ങൾ, ഇതുവരെ നടക്കാത്ത വികസന പ്രവർത്തനങ്ങളാണ്. പ്രചരണ ജനങ്ങളുടെ നല്ല പ്രതികരണം തന്നെയാണ് ലഭിക്കുന്നത്. കേരളത്തിൽ മൊത്തം നടക്കുന്ന കാര്യങ്ങളൊക്കെ ബാധിക്കുന്നുണ്ട്. ശബരിമല വിഷയമാണെങ്കിലും അതൊക്കെ ഈ ഇവിടുത്തെ പേരുക്കടയിൽ അത് സംസാരിക്കും വിഷയമാവും. വിജയ സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നോക്കാൻ നേരത്തെ BJPക്ക് നല്ലൊരു ട്രെൻഡാണ്. പിന്നെ രണ്ട് സ്ഥാനാർത്ഥികൾ, ഒന്ന് ഇടതുപക്ഷത്തിന്റെയും ഒന്ന് BJPയുടെയും സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഇന്ദിരാനഗറാണ്. കാലാകാലം കൊണ്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും അവരുടെ മേയറായിട്ടുണ്ട്, കൗൺസിലറായിട്ടുണ്ട്, ഡെപ്യൂട്ടി മേയറായിട്ടുള്ളവരൊക്കെ ഇന്ദിരാനഗറാണ്. അപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടി ഈ വാർഡിലുള്ള മറ്റു മേഖലയിലുള്ളവർക്ക് ഒരു ആഗ്രഹമാണ് ഈ രണ്ടുപേർക്കും മാറി മാറി ഇങ്ങനെ വോട്ട് ചെയ്ത് അവരിങ്ങനെ രണ്ടുപേരും പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. ഈ പാർട്ടി ഉണ്ടായ കാലഘട്ടത്തിനെക്കാട്ടി വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ അവനവന്റെ കീശ അവനവന്റെ കുടുംബം സമ്പാദിക്കുക എന്നതിനുപരി അവർക്ക് വേറൊരു നേട്ടമില്ല. ഒരു കാലഘട്ടത്തിൽ ഞാനും ആർട്സ് കോളേജിലൊക്കെ കൗൺസിൽ കാൻഡിഡേറ്റ് ആയിരുന്നവനാണ്. സമ്പത്തൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ CPIയുടെ വിദ്യാർത്ഥി സംഘടനയിൽ. പിന്നെ അന്നും രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹമില്ല. ഒരു 15 കൊല്ലം കൊണ്ട് BJPയിൽ വന്നപ്പോഴും രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹമില്ല. എൻ്റെ ജോലി, എൻ്റെ കായിക മേഖല, ഞാനൊരു 52 കൊല്ലം കൊണ്ട് അത്ലറ്റാണ്. ഞാൻ വേൾഡ് ചാമ്പ്യൻഷിപ്പിനൊക്കെ പങ്കെടുത്തവനാണ്. മാസ്റ്റേഴ്സിന്റെ അത്ലറ്റിക്സിൽ ത്രോസ് ഇവന്റാ. ഇപ്പോഴും കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വീക്കിൽ ചെന്നൈയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിരിക്കുക. അപ്പോൾ എനിക്ക് അതും എൻ്റെ കുടുംബകാര്യവും കഴിഞ്ഞിട്ട് സമയം കിട്ടുമെങ്കിലും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുള്ളൂ. കാര്യം BJPയിൽ വരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം നന്നാവണം. രാജ്യമാണ് മുഖ്യമെന്ന് പറയണം. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചിട്ടുള്ള പല പ്രധാനമന്ത്രിമാരും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ പറഞ്ഞ പോലെ സ്വന്തം രാജ്യത്തിന് വേണ്ടിയല്ല അവർ കിണഞ്ഞ് പ്രവർത്തിച്ചിട്ടുള്ളത്. അവരൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ആൾക്കാരെ സംഘടിക്കുക, അവരുടെ നിലനിൽപ്പ് വേണ്ടി ആ ഒരു ഇതാണ്. അപ്പോൾ എൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെക്കിടക്കിടന്ന് പ്രവർത്തിച്ച് പാർട്ടിക്ക് 10 പ്രവർത്തകരും പാർട്ടിക്ക് 10 അണികളും ഉണ്ടാക്കുക. ഏത് പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ അണികളാണ് കീഴെ. അപ്പോൾ ആ ഇതിലാണ് എനിക്ക് വിശ്വാസം. എനിക്ക് ഉയരാൻ ആഗ്രഹമില്ല. മോദി എഫക്ട് ഇപ്പോഴെന്നല്ല, ഒരു 10 കൊല്ലം കൊണ്ട് ഒരു എഫക്ട് ഉണ്ട് പേരുകട. തീർച്ചയായിട്ടും NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മുടെ അനുചേട്ടനായിരിക്കും വിജയ സാധ്യത ഉള്ളത്. കാരണം നമുക്കറിയാം ഇപ്പോ ഈ ഇത്രയും നാൾ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഭരണം, അവരുടെ പാർട്ടിയുടെ ഭരണം നമ്മൾ കണ്ടതാണ്. വളരെ മോശമായിട്ടുള്ള ഒരു ഭരണമാണ് ഈ കഴിഞ്ഞ 5 കൊല്ലം ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. ഒരിടത്തും വലിയ രീതിയിലുള്ള വികസനങ്ങളും നടന്നിട്ടില്ല. ഇപ്പൊ പ്രത്യേകിച്ച് പേരുക്കട വാർഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ പലയിടങ്ങളിലും ഇനിയും വികസനം എത്തിപ്പെടാത്ത സ്ഥലങ്ങളുണ്ട്. പേരുക്കടയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു വലിയൊരു പ്രദേശമാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ പേരുക്കട എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വാർഡിനെ സംബന്ധിച്ച് ഇനി ഒരുപാട് കാര്യങ്ങൾ വികസനം വരാനുണ്ട്. സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായിട്ടും NDA ഭരണത്തിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കോർപ്പറേഷനിൽ NDA ഭരണം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോദിജി വരുന്നുണ്ടായിരിക്കും, ഉറപ്പായിട്ടും വരുന്നുണ്ടായിരിക്കും. BJPക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ഒരു സീറ്റാണ് ഇത്തവണ ഞങ്ങൾ തന്നെ കയറിയത്. തീർച്ചയായും എല്ലാ വീടുകളിലും നമ്മൾ സമ്പർക്കത്തിന് പോണ വീടുകളിലെല്ലാം മോദിജി അധികാരത്തിൽ വരണം, മോദിയുടെ പദ്ധതികൾ തിരുവനന്തപുരത്ത് വരണം, കേരളത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. തീർച്ചയായും അഴിമതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോട്ടിലക്കോണം കുളം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം 1,47,00,000 രൂപയുടെ അഴിമതിയാണ് അവിടെ നടന്നിരിക്കുന്നത്. നീന്തൽക്കുളം എന്ന പേരിൽ തുടങ്ങിയ ഉദ്ഘാടനം ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് കാട് പിടിച്ച അവസ്ഥയിലായിരുന്നു. അത് തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. പിന്നെ നമ്മുടെ പേരുക്കട വാർഡിലെ ഒരു റോഡ് പോലും നല്ലതായിട്ടില്ല. വണ്ടിയും കൊണ്ട് നിങ്ങൾക്ക് പോയാൽ അറിയാം. പിന്നെ വികസനം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്രത്തിന്റെ എല്ലാ പദ്ധതികളും പേരുക്കട വാർഡിൽ നടപ്പിലാക്കും. ഇവിടെ ഇതുവരെ ആർക്കും PMA വഴി ആർക്കും വീടോ അങ്ങനെ ജൽമിഷൻ പദ്ധതി വഴിയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതെല്ലാം പേരുക്കട വാർഡിൽ ഞങ്ങൾ കൊണ്ടുവരും. തിരുവനന്തപുരത്ത് മോദി വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും 45 ദിവസത്തിനുള്ളിൽ വരും. രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണം 40 വർഷത്തെ ഏറ്റവും വലിയ കിരാതബന്ധമാണ് ഈ 5 വർഷം നടത്തിയിട്ടുള്ളത്. സർവ്വമേഖലകളും അഴിമതി, പട്ടികജാതി തട്ടിപ്പ്, പട്ടികജാതിപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കാനുള്ള ലാപ്ടോപ്പിൽ തട്ടിപ്പ്, LED ബൾബിൽ തട്ടിപ്പ് തുടങ്ങി കിച്ചൻ ബിൽ, വീടുകൾ വയ്ക്കുന്ന കിച്ചൻ ബിൽ അഴിമതി തുടങ്ങിയ വലിയ വലിയ അഴിമതികളുടെ മൂത്തരങ്ങാണ് ഈ നഗരസഭയിൽ മാറിയിട്ടുള്ളത്. അതുകൊണ്ട്
ഈ നഗരത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ നഗരത്തിന്റെ യശസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെല്ലാം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ഇതൊരു പൈതൃക നഗരമാണ്. ഇത് ശ്രീപത്മനാഭസ്വാമിയുടെ മണ്ണാണ്. ഈ മണ്ണിൽ ഒരു വികസന കാഴ്ചപ്പാടുള്ള ഒരു ഭരണ സംവിധാനം ഭാരതീയ ജനതാ പാർട്ടി വളരെ ശക്തമായി തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ വികസന രേഖ ജനങ്ങൾ വളരെ കയ്യടിയോടുകൂടി സ്വീകരിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഭരണമാറ്റം വരും. അതിന് ഈ അനന്തപുരിയിൽ വിരിയാൻ പോകുന്ന നിരവധി താമരകളിൽ ഒരു താമര വേറൊരു കടയിലും വിരിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും താമര ജനകീയനായിട്ടുള്ള നിങ്ങളുടെ ഏത് കാര്യത്തിനും ഏത് ആവശ്യത്തിനും നിങ്ങളെ വീട്ടുപടിക്കൽ വന്നു നിർത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തീർച്ചയായിട്ടും അനിൽകുമാർ ഉണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആ മനസ്സ്, ഈ നഗരത്തെ രക്ഷിക്കുവാനുള്ള മനസ്സ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ എത്ര സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്? അതായത് സിറ്റിംഗ് സീറ്റുകളെല്ലാം നിലനിർത്തും. അതോടൊപ്പം തന്നെ ഭരിക്കുവാൻ ആവശ്യമുള്ള ഭൂരിപക്ഷ സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി നേടുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ കഴിഞ്ഞ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണം ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തിയാണ്. നമുക്കറിയാം 2020 അധികാരത്തിൽ വന്ന ഈ നഗരസഭ ഭരണം 2021 തന്നെ അഴിമതി കാണിച്ചു തുടങ്ങി. അത് ആറ്റുകാൽ ദേവിയുടെ നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങളാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് എഴുതിയത്. 2022 ആറ്റുകാൽ പൊങ്കാല നടന്നില്ല, കോവിഡ്. ആ 2 വർഷവും ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ, നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ അഴിമതി നടത്തി. ഇത് അന്ന് തൊട്ട് ജനങ്ങൾക്ക് അതൃപ്തിയാണ്. പിന്നെ അഹങ്കാരത്തിനും ദാർഢ്യത്തിനും കയ്യും കാലും വെച്ച ഒരു ഭരണ സംവിധാനമായിരുന്നു 5 വർഷം ഭരിച്ചത്. അതോടൊപ്പം തന്നെ പട്ടികജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കേണ്ട ലാപ്ടോപ്പിൽ പോലും 26 ലക്ഷം രൂപ അഴിമതി നടത്തി. ഈ അഴിമതികൾ ജനങ്ങളിലേക്ക് എത്തുന്നു. തീർച്ചയായിട്ടും 5 വർഷക്കാലം ഈ BJPയുടെ 35 കൗൺസിലർമാരും പ്രതിപക്ഷം എന്ന നിലയിൽ ജനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. നഗരസഭയിൽ ശക്തമായിട്ടുള്ള സന്ധിയില പോരാട്ടം നടത്തിയിട്ടുള്ളത് BJPക്കാണ്. അത് UDF അല്ല. UDFന്റെ 10 കൗൺസിലർമാരെ ഉണ്ടെങ്കിൽ തന്നെയും അവര് കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഒരു ചെറുവിരൽ അനക്കാൻ അവർക്ക് ഈ ഭരണ സംവിധാനത്തിനെതിരെ കഴിഞ്ഞിട്ടില്ല. BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വികസന ആശയം മാലിന്യ പ്രശ്നം ഏറ്റവും കൂടുതൽ അലട്ടുന്നതാണ്. ആ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം BJP നേതൃത്വത്തിലുള്ള NDA ഭരണ സംവിധാനം ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും നമുക്ക് ഇവിടെ പൈതൃക സ്വത്തുക്കളായിട്ടുള്ള പല സ്വത്തുക്കളും, അതായത് കോട്ടകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം സംരക്ഷിക്കപ്പെടും. തെരുവ് നായ്ക്കളുടെ പ്രശ്നം ഏറ്റവും കൂടുതൽ അലട്ടുന്ന വിഷയമാണ്. നമ്മുടെ കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാർ പോലും പറഞ്ഞൊരു കാര്യമാണ്, പ്രഭാത സവാരിക്ക് പോലും ഇറങ്ങാൻ ഭയമാണ്, ആശങ്കയാണ്. തെരുവ് നായ്ക്കളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഈ അഴിമതി രഹിത ഭരണമാണ് BJP കാഴ്ചവെക്കുന്നത്. ശബരിമല വിഷയം ഇപ്പോഴത്തെ ഇതിൽ ബാധിക്കുന്നു. ഈ ശബരിമല വിഷയം തീർച്ചയായിട്ടും ജനങ്ങൾ അത് വളരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. ഭക്തജനങ്ങൾ 10,000-കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ കേരളത്തിൽ ഇതിന് ശക്തമായിട്ടുള്ള എതിരാണ്. അതിനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. പേരൂർക്കട വാർഡിൽ BJP പ്രവർത്തകരും സ്ഥാനാർത്ഥിയും ഒക്കെ നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. മോദി തരംഗം കേരളം ഒട്ടാകെ ആഞ്ഞടിച്ചുവെന്നും തിരുവനന്തപുരത്ത് മോദി എത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. പേരൂർക്കടയിൽ CPMന്റെ അഴിമതി തുറന്നു കാട്ടാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.